സാറ്റർഡേ നമ്മ പോസ്റ്റ് ചെയ്ത ഡേ ഇൻ മൈ ലൈഫിൽ നമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ഒരു വലിയ കാര്യത്തിന് പോവാണ്, അതിന്റെ വീഡിയോ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ അത് പോസ്റ്റ് ചെയ്യാൻ ഇത്ര അധികം ലാഗായി. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു വീഡിയോ എവിടെ എന്നുള്ളത്. അപ്പൊ ഇതാ ഫൈനലി നമ്മ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫയർഫോഴ്സ് ഓഫീസിലേക്കൊക്കെ പോണത്, അവരൊക്കെ കാണുന്നതൊക്കെ. ഒരു ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് ഞങ്ങൾ വലപ്പാട് ഫയർഫോഴ്സ് ഓഫീസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ അത്രയും അടിപൊളി അല്ലെങ്കിൽ അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊച്ചാപ്പാടെ മോനാണ്, അവനൊരു മോതിരം ഇട്ടിട്ട് അത് അങ്ങനെ തന്നെ ജാം ആയിരുന്നു. എന്നിട്ട് അവന്റെ വിരലൊക്കെ നീര് വന്നു, കാരണം ആ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് നമ്മളെ കൊണ്ടൊക്കെ ശ്രമിച്ചിട്ടും പറ്റാണ്ടായപ്പോ നമ്മൾ ലാസ്റ്റ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് പോവാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ ആ തീരുമാനം എന്തും കൊണ്ടും നന്നായി എന്നുള്ളത് നമ്മൾ പിന്നീട് ആലോചിച്ചപ്പോ നമുക്ക് തോന്നി. കാരണം അത്രയും നന്നായിട്ടാണ് കുറെ സാധനമൊക്കെ വെച്ച് നോക്കിയതിനു ശേഷമായിട്ട് അത് അഴിക്കാൻ പറ്റിയത്. പക്ഷെ നല്ല പെയിൻഫുൾ ഉള്ളതായിരുന്നു. അവനോട് ഇങ്ങനെ ഇരുന്ന് കരയാനാണ് നമുക്കും ഭയങ്കര പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര വിഷമൊക്കെ വന്നിരുന്നു. എന്നാലും ലാസ്റ്റ് അത് അയച്ചപ്പോ നമുക്ക് സമാധാനമായി. അപ്പൊ അവരിങ്ങനെ നമുക്ക് കൊണ്ട് കാണിച്ചു തരുന്നു അവിടെ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ വന്നതുപോലെ തന്നെ മോതിരത്തിന്റെ ഇഷ്യൂ ആയിട്ട് മോതിരം വെട്ടാനും പിടിക്കാനും കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ആ മോതിരമൊക്കെ നമുക്ക് അവർ കാണിച്ചു തരുന്നു. അപ്പൊ വലപ്പാട് ഫയർഫോഴ്സ് ഓഫീസിന് ഒരു പ്രത്യേക താങ്ക് യു പറയാണ്. കാരണം അവർ അത്ര അടിപൊളിച്ച് നമ്മളെ ഹാൻഡിൽ ചെയ്തു, അത്ര അടിപൊളിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ എന്താ പറയാ, അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥർക്കും ഒരാളെ പേരെടുത്ത് പറയില്ല, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നിങ്ങളെ വീട്ടിലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വയം നോക്കിയിട്ട് പറ്റിയില്ല നേരെ തൊട്ടടുത്തുള്ള വല്ല ഫയർഫോഴ്സ് ഓഫീസിലേക്കൊക്കെ പോവുക. അവർക്കാകുമ്പോ അതിൻ്റെതായ രീതിക്ക് അത് ചെയ്യാൻ അറിയും. നമ്മളെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആവണേക്കാട്ടും നല്ലത് അതാണ്. അപ്പൊ അത്രയുള്ള ഗൈസ്, ബൈ.